ശരിയും തെറ്റും. എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികളുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള തെറ്റുമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ശരിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തെറ്റുകളുണ്ട്. നമുക്കെപ്പോഴും ഡൗട്ട് വരുന്നൊരു കാര്യമാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? എൻ്റെ ഈ റിലേഷൻഷിപ്പ് ശരിയാണോ? എൻ്റെ ഈ ജോബ് ശരിയാണോ? ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു മേഖല ശരിയാണോ? എപ്പോഴും നമുക്കുള്ള ഡൗട്ടാണ് ശരിയും തെറ്റും. ഈവൻ നമുക്ക് ശരിയായിട്ടുള്ള ഭക്ഷണം ഏതാണ് ഞാൻ കഴിക്കേണ്ടതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നിപ്പോകാറുണ്ട് അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ശരി, നിങ്ങളുടെ ശരി എന്താണ്, നിങ്ങളുടെ തെറ്റ് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു സീക്രട്ട് കോഡാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു പ്രവൃത്തി അത് ചെയ്യുന്നതിന് മുമ്പോ അത് ചെയ്യുമ്പോഴോ അല്ല, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ആ പ്രവൃത്തി അവസാനിച്ചതിന് ശേഷം നമ്മൾക്ക് മാനസികമായിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ഇമോഷനാണോ ഫീൽ ചെയ്യുന്നത് എങ്കിൽ അത് ശരിയായ പ്രവൃത്തിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. കുറേ നാൾക്ക് ശേഷം മീറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. മേ ബി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് കൂട്ടിക്കോളൂ. അയാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര എന്തൂസിയാസം ആയിരിക്കും. കുറേ നാൾക്ക് ശേഷം കാണുകയാണ്, അല്ലെങ്കിൽ ഇന്നൊന്ന് കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു എന്തൂസിയാസത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ചെല്ലുന്നത്. അയാളെ മീറ്റ് ചെയ്യുമ്പോഴും കൂടി ഇരിക്കുമ്പോഴും ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ്സിലൂടെ ഒക്കെ തന്നെയായിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ അയാളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഡു യു റിയലി ഫീൽ? നിങ്ങൾ മാനസികമായി എന്ത് ഫീൽ ചെയ്യുന്നു? നിങ്ങൾ മെൻ്റലി ആൻഡ് ഇമോഷണലി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്ങിലാണോ? ആണെങ്കിൽ ദെൻ ദാറ്റ് ഈസ് എ ഗുഡ് റിലേഷൻഷിപ്പ്. ഇന്ന് ഫോർ എക്സാമ്പിൾ, ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തൂസിയാസമാണ്. എനിക്ക് സുഹൃത്തുക്കളെ കാണാം, വൈകുന്നേരം അടിച്ചു പൊളിക്കാം, നല്ല പാർട്ടി ആയിരിക്കും, നല്ല സന്തോഷമായിരിക്കും, ഭയങ്കര എന്തൂസിയാസം, ഭയങ്കര എനർജി ആയിരിക്കും. പാർട്ടി നടക്കുമ്പോഴും ഞാൻ റിയലി ഹാപ്പി ആയിരിക്കും, എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ആഫ്റ്റർ ദ പാർട്ടി, ആ പാർട്ടിക്ക് ശേഷം ലതർജിക്ക് എനിക്കൊരു സന്തോഷമില്ലായ്മയാണെങ്കിൽ ദെൻ അത് എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഗ്യാതറിങ് ആവാൻ സാധ്യതയില്ല. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. ഒരു പ്രവൃത്തി, ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു ജോലി ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നതായിക്കോട്ടെ, ഒരു ഭക്ഷണമായാൽ പോലും നിങ്ങൾക്ക് എന്താണ് ശരി, നിങ്ങൾക്ക് എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചെറിയൊരു സീക്രട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പോ ചെയ്യുമ്പോഴോ അല്ല, പ്രവൃത്തിക്ക് ശേഷം, ആ പ്രവൃത്തി അവസാനിച്ചതിന് ശേഷം നമ്മൾക്ക് മാനസികമായി നമുക്ക് എന്ത് ഫീൽ ചെയ്യണോ, ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണോ, ദെൻ ദാറ്റ് ഈസ് ദ റൈറ്റ് ഫോർ യു. നിങ്ങൾക്ക് മാനസികമായി നെഗറ്റീവ് ഒരു ഇമോഷൻ ആണെങ്കിൽ ദെൻ ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് ഫോർ യു. യോഗ ചെയ്യാൻ പോകുന്നതിന് മുമ്പും വലിയ സന്തോഷം കാണത്തില്ല, ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വലിയ രസമൊന്നും കാണത്തില്ല. പക്ഷേ യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് യു ഫീൽ ഹാപ്പി, റിലാക്സ്ഡ്, ഒരു പോസിറ്റീവായൊരു ഇമോഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ഫോർ യു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, ബുക്ക് വായിക്കുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പ്രോസസ്സിന് ശേഷം നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണോ, ദെൻ ദാറ്റ് ഈസ് എ റൈറ്റ് തിങ് ഫോർ യു. ഇങ്ങനെയാണ് ജീവിതത്തിൽ ശരിയും തെറ്റും കണ്ടെത്താനുള്ള ഒരു സീക്രട്ട് കോഡ്. നിങ്ങളത് പ്രാവർത്തികമായിട്ടൊന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം.